ഫ്രണ്ട്സ് ഇതാണ്ടേ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരിടം വരെ പോയിട്ട് വന്നപ്പോൾ റോഡരികിൽ വിൽക്കാൻ വെച്ചേക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണേ. കവറിൽ എന്തോ നമുക്ക് കാണണ്ടേ. ബാ, കക്ക കണ്ടോ, നോക്കിയേ, അടിപൊളി ഫ്രഷ് സംഭവമാണ് കണ്ടോ. അയ്യോ, കുറേ നാളായി നമ്മൾ കക്കയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണേ കക്കയെ. നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കാതെ, പിന്നെ ഒത്തിരി മണ്ണൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ മണ്ണ് കടിക്കും. ഇത് നമ്മൾ നമ്മുടെ കഴുകിയെല്ലാം കൊണ്ടുവന്ന് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാവേ. അടച്ചു വെച്ച് കൊടുക്കുക. ഇതാണ്ട് നല്ലതുപോലെ തിളച്ചൊക്കെ പൊങ്ങി വെന്ത് വരുന്നു കേട്ടോ. കുറച്ചും കൂടെ വേകണമേ. വെന്തില്ലെങ്കിൽ നമുക്കൊരു തിന്നുമ്പോൾ ഒരു റബ്ബർ പോലെ ഇരിക്കും. ഇത് ഇപ്പം നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ വെള്ളം കൊണ്ട് നമ്മൾ രസമൊക്കെ വെക്കും. ചിലവർ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ എടുത്ത് കറി വെക്കും. കക്കയിറച്ചി റോസ്റ്റ് വെക്കും, കക്കയിറച്ചി തോരൻ വെക്കും. എന്തായാലും നമുക്ക് ഇത് കക്കയിറച്ചി തോരൻ വെക്കാം, ഇല്ലേ? അതല്ലേ നല്ലത്. അതാണ്ട് കക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അത് നമ്മൾ പെറുക്കി എടുക്കുവാണേ കക്കയിറച്ചിയെ. കാശുട്ടാ, ബാ കാശുട്ടാ, ഒന്ന് പെറുക്കിത്താ. അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് എപ്പം പെറുക്കാനാ? എല്ലാം പെറുക്കി തീർന്നു കേട്ടോ. ആകെയുള്ള ഇറച്ചിയാണ് ഇത്രയേ ഇറച്ചി, കക്കയിറച്ചി. തോടാണേ. നമ്മളിതെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട്, മണ്ണാണേ, അത് ഒലച്ചൊലച്ച് കഴുകണം. കഴുകി വൃത്തിയായിട്ട് എടുക്കാവേ കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇതിലോട്ട് ആ കക്കയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇത് കുറച്ച് നേരം ഇതിലിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നല്ലതുപോലെ പിടിച്ച് കിട്ടും. നമ്മൾ കക്കയിറച്ചി തോരൻ വെക്കാൻ വേണ്ടി ഒരു സവാള, 2 പച്ചമുളക്, കാന്താരിയാണ് എടുത്തിട്ടുള്ളത്, 4-5 വെളുത്തുള്ളി, വേപ്പില, ഇത്രയും കൂടെ നമുക്ക് ഒരു പാനിലിട്ട് മൂപ്പിച്ചെടുക്കാവേ. നമ്മളിവിടെ കക്കയിറച്ചി തോരൻ വെക്കാൻ വേണ്ടിയാണ് അരമുറി തേങ്ങ, പെരിഞ്ജീരകം, ഒരു സവാളയുടെ പകുതി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിക്കണേ. അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ. ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വാടണവേ. നമുക്ക് ഇതിലോട്ട് കക്കയിറച്ചി ഇട്ട് കൊടുക്കാവേ. എന്നിട്ടൊന്ന് ചിക്കി തോർത്തണം നല്ലതുപോലെ. വെള്ളം അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ചതച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് ചിക്കി തോർത്താം. അപ്പോഴേ ഇതാണ്ട് നമ്മുടെ കക്കയിറച്ചി തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, ബൈ ബൈ.